ഒരു ഡെഫിനേഷൻ തന്നിട്ട് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റിനൈസൻസ്, ഹ്യൂമനിസം, അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ട് അതെന്താണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഡെഫിനേഷൻ അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. മാനവികത എന്നൊരു ആ ഒരു ഡെഫിനേഷൻ, അതാ ഹ്യൂമാനിസം, അതെല്ലാവരും ടെക്സ്റ്റിലുണ്ട്. അതെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ചോദ്യം കൂടിയാണത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റിനൈസൻസ് ആണ്. നവോത്ഥാനത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് റിനൈസൻസ് ആരാണ്? പെട്രാർക്കാണ്. അങ്ങനെയാണെങ്കിൽ പെട്രാർക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? സീക്രട്ടം. ഫേമസ് വർക്ക് ഓഫ് പെട്രാർക്ക് സീക്രട്ടമാണ്. പെട്രാർക്കിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം പോലെ ഒരു ചോദ്യമാവാം, ഇതാരാണ് എന്ന് ചോദിക്കാം. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ചിത്രം കണ്ടല്ലോ, ഈ ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് മാത്രല്ല അവരുടെയൊക്കെ ബുക്സിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നോട് പറയാം. ദാന്തയുടെ വർക്ക് ഏതാണ്? ഡിവൈൻ കോമഡി. പിക്ചർ ശ്രദ്ധിക്കണേ. സെർവാന്തേന്റെ വർക്ക് ഏതാണ്? ഡോൺ ക്വിക്സോട്ട്. ബൊക്കാച്ചിയോ, ഡെക്കാമറൻ കഥകൾ. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി. നിങ്ങൾക്ക് ഇത് നോക്കിയാണ്ട് പറയാലോ, പെട്രാർക്കിന്റെ വർക്ക് ഏതാണ്? പെട്രാർക്ക് പുസ്തകം സീക്രട്ടം. ദാന്തെ, ബൊക്കാച്ചിയോ, സെർവാന്തെ, ഇറാസ്മസ്. അപ്പൊ ഈ ഒരു ബോക്സ്, അതിൽ ആ പുസ്തകങ്ങള്, അത് രചിച്ചിട്ടുള്ള ആളുകളെ ചിത്രം പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? നോട്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചിത്രം ചോദിച്ചിട്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൊണാലിസ. അടുത്തിടെയായിട്ട് നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, മൊണാലിസയെ കുറിച്ചിട്ട് വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച മൊണാലിസയെ കുറിച്ചിട്ട് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വാർത്ത ഉണ്ടായി. കുറെ പേര് യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗുഡ്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, മൊണാലിസ ഏത് മ്യൂസിയത്തിലാണുള്ളത്? പാരീസ് മ്യൂസിയം. പാരീസിലെ ഏതാണ്? പാരീസിലാണ്. ലൂവ്ർ മ്യൂസിയത്തിലല്ലേ? ആരെങ്കിലും ടൈപ്പ് ചെയ്തിരുന്നോ? ഒരാള് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന്. ഗുഡ്. ഈ ചിത്രം ഒന്ന് നോക്കിയല്ലോ അല്ലെ, മൊണാലിസ എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ, അതായത് റിനൈസൻസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ചിത്രമായിരുന്നു. ആരാണ് ഇതിന്റെ പുറകിലെ ചിത്രകാരൻ? ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. AD 1503 1505 ഇടയിലാണ് ഈ ചിത്രം വരച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ വേറെയും കൊടുത്തിട്ടുണ്ട് അല്ലെ. അവസാനത്തെ ലാസ്റ്റ് സപ്പർ, അതുപോലെ തന്നെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ഏതൻസിലെ വിദ്യാലയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവും. ഇത് ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചാപ്റ്ററിലൂടെ പോയിട്ട് നിങ്ങൾ ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ചോദ്യങ്ങളിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കാം.
ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ലോറൻസോ ഗുബർട്ടി അല്ലേ? അദ്ദേഹത്തിന്റെ സൃഷ്ടി ഏതാ? ഡോർ ഓഫ് ലോറൻസ് ബാപ്റ്റിസ്റ്റ്. യെസ്. ഡൊണാറ്റലി. ഡൊണാറ്റലോ ഗെട്ട മെരീന മെരീത്ത അല്ലെ? ഗെട്ട മെരീത്ത. യെസ്. അടുത്ത ശ്രദ്ധിക്കേണ്ടത് സോളാർ സിസ്റ്റം അല്ലെ? സോളാർ സിസ്റ്റവുമായിട്ട് സൗരയൂഥ സിദ്ധാന്തമാണ്. സോളാർ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ സോളാർ സിസ്റ്റത്തെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠനം നടത്തിയത് ആരാ? ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് അല്ലേ? യെസ്, കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം അഥവാ സോളാർ സിസ്റ്റം, തിയറി ഓഫ് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠനം നടത്തിയത്. പിന്നീട് ഇവിടെ ചിത്രങ്ങൾ കാണാം. ഇതെന്തിന്റെയാണ്? ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് ആണ്, അച്ചടി യന്ത്രം. അതാരാണ് നിർമ്മിച്ചത്? ആരാണ് അത്? ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാല് ഏത് വർഷമാണ് അല്ലെ എപ്പോഴാണ് when did Johannes Gutenberg invented printing press എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഏതാ വർഷം പറയാം? 1439. ഈ ബോക്സ് നോക്കാതെ പോകരുത് എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അവിടെ കൊടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഉണ്ട്. വായനയുടെ പുതിയ ലോകം ആരംഭിച്ചത് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓപ്ഷൻസ് ആയിട്ട് വരാവുന്ന അല്ലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അയ്യറും ശ്രദ്ധിക്കാം. പിന്നീട് മതനവീകരണം, റിഫോർമേഷൻ അല്ലെ? ആരാണത് ആരംഭിച്ചത്? മാർട്ടിൻ ലൂതർ ആണ്. എവിടെയാണ് ആരംഭിച്ചത്? ജർമ്മനിയിലാണ്. കറക്റ്റ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. യെസ്, ഇംഗ്ലണ്ടിലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബോക്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ്. ആവിയന്ത്രം, സ്റ്റീം എൻജിൻ, ലോക്കോമോട്ടീവ്, ജോർജ് സ്റ്റീഫൻസൺ അല്ലെ? നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയി. അപ്പൊ ഇനി ചോദ്യ രൂപത്തിൽ നിങ്ങൾക്ക് കാണണ്ടേ? അതായത് നിങ്ങൾ ആ പാഠത്തിലെ ചില കാര്യങ്ങളിലൂടെ കൊണ്ടുപോയി അത് കഴിഞ്ഞതിന് ശേഷം ഈ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വരാം എന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതെല്ലാം ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കയ്യിൽ തന്നെയുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ട രീതി എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഇതിലേക്ക് എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? AD 60th century. In which century ഹഗിയ സോഫിയ is built അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് എന്ത് വേണേൽ ചോദിക്കാം. അങ്ങനെയാണ് ഹഗിയ സോഫിയ സിറ്റുവേറ്റഡ് ഇൻ. എവിടെയാണ് ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ തന്നെ ഉണ്ടാവും, മനസ്സിലാക്കാമല്ലോ. അതെ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഇസ്താംബുൾ ആണ്. ഇസ്താംബുൾ. ശ്രദ്ധിക്കണേ, ഇതൊക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ശ്രദ്ധിക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? തുർക്കിയിലാണ്.
കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ് ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ? കോൺസ്റ്റാന്റിനോപ്പിൾ. യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അതൊക്കെ ഇവിടെ തന്നെ ആൻസർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ് മിസ്. ആർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ടീച്ചറെ ഒരാള് കാണാൻ പറ്റുന്നില്ല പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കാവേ, ഒന്ന് ശ്രദ്ധിക്കണം. ഒരാള് വായിച്ചു കൊടുക്കോ? ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? ആ. AD 6-ാം നൂറ്റാണ്ടിൽ. 2. ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? തുർക്കി. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പോകുന്നത് വേറെ കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ്. ഞാനിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ചോദ്യങ്ങളായിട്ട് വരുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, നവോത്ഥാന കാലത്ത് റിനൈസൻസ് പീരീഡില് സാഹിത്യത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രാദേശിക ഭാഷകൾ ഏതാണ്? സ്കോളേഴ്സ് ലാംഗ്വേജ് ഏതാണെന്നാണ് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്. നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നെ മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ കാഴ്ചപ്പാടിന് അറിയപ്പെടുന്ന പേര്? മാനവികത. ഹ്യൂമാനിസം അഥവാ മാനവികത എന്നാണ് മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ കാഴ്ചപ്പാടിന് അറിയുന്ന പേര്. ടീച്ചറെ ഒന്ന് ഇടപെട്ടോട്ടെ. കോഹോസ്റ്റായ കുട്ടികൾ പെട്ടെന്ന് ആൻസർ വിളിച്ച് പറയരുത്. കാരണം മറ്റുള്ള കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കണം. പല കുട്ടികൾ ആൻസർ ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അവരെ മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടാത്തത്. അപ്പൊ കോഹോസ്റ്റായ കുട്ടികൾ വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം മറുപടി പറയാൻ. അതൊന്ന് അവർ ശ്രദ്ധിക്കണേ. ഓക്കെ, ടീച്ചറെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ, സ്കോളേഴ്സ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഭാഷകൾ ഏതെല്ലാം? ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു ലാറ്റിനും ഗ്രീക്കും ആണ്. അതിനുശേഷമാണ് നമുക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യങ്ങൾ എഴുതപ്പെട്ടിരുന്ന ഭാഷ ചോദിച്ചാലാണ്. ലിറ്ററസി വർക്ക്സ് ഒക്കെ പ്രധാനമായിട്ടും എഴുതപ്പെട്ടിരുന്ന ഭാഷകളാണ് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്. ശ്രദ്ധിക്കണേ. അടുത്തത്, നവോത്ഥാനം ഉണ്ടായത് ഏത് രാജ്യത്താണ്? റിനൈസൻസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? നവോത്ഥാനം ഇറ്റലി. യെസ്, ഇറ്റലിയാണ്. ആരാണ് ഫാദർ ഓഫ് റിനൈസൻസ് അഥവാ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. പെട്രാർക്കിന്റെ പ്രസിദ്ധമായ പുസ്തകം, ഫേമസ് വർക്ക് ഓഫ് പെട്രാർക്ക്, ഏതാണ്? സീക്രട്ട്. ഈ ചോദ്യങ്ങൾ ആരും കാണാത്തതുണ്ടോ? ഒന്നുകൂടെ ഞാന് കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? കാണാത്തവരുണ്ടോ? ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. ഈ ചോദ്യങ്ങളോടൊന്ന് കണ്ണോടിക്കുക. അപ്പൊ ഒന്ന് അറിയാത്തണ്ടേ ചോദിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. ഒന്ന് ശ്രദ്ധിക്കാം. ടീച്ചർ ക്ലിയർ അല്ലാതെ പറഞ്ഞിക്ക്. ആർക്കാ ക്ലിയർ അല്ലാത്ത? ഒന്ന് വായിച്ചെടുക്കും ഒന്നുകൂടി. ആരെങ്കിലും ഒന്ന് വായിക്കും. ടീച്ചറെ ക്ലിയർ ആവാത്തത് അവരുടെ ഫോണിന്റെ പ്രശ്നം കൊണ്ടാവാം. മറ്റൊന്ന്, അവരുടെ ഫോണ് കുത്തനെ പിടിക്കരുത്, ചരിച്ചു പിടിക്കണം. എന്നാൽ എഴുത്ത് മുഴുവൻ കാണാൻ പറ്റും. കേട്ടോ ടീച്ചറെ? ഓക്കെ, സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യും കേട്ടോ. അവരുടെ ഫോണ് കുത്തനെ പിടിക്കുന്നോണ്ടാണ് എഴുത്ത് മുഴുവൻ കാണാൻ പറ്റാത്തത്. അത് ചരിച്ചു പിടിക്കുക. പിന്നെ ക്ലിയർ ആവാത്തത് ചില അവരുടെ ഫോൺ അപ്ഡേഷൻ നടത്താത്തതുകൊണ്ടാണ്. ആ കാരണമായിരിക്കും. കോഹോസ്റ്റായ കുട്ടികൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ടീച്ചറുടെ സൗണ്ട് ക്ലിയർ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രീൻ ഷെയറിംഗ് ക്ലിയർ അല്ലേ? അപ്പൊ അവരാണ് മറുപടി പറയേണ്ടത്. കുട്ടികൾ ക്ലിയർ അല്ല എന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ അർത്ഥം അവർക്കിടെ ഫോണിന്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയുക. അത് നിങ്ങൾ വിളിച്ചു പറയണമെന്നില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എന്തായാലും പോവാം. ഡിവൈൻ കോമഡി ആരുടെ വർക്കാണ്? ഡിവൈൻ കോമഡി തെറ്റ് പറയരുതേ. അറിയില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട. ഡിവൈൻ കോമഡിയുടെ വർക്ക് ആരാണ്? ഫേമസ് വർക്ക് ഓഫ് ഡിവൈൻ കോമഡി ദാന്തെയാണ്.
ബൊക്കാച്ചിയോയുടെ കൃതി ഏതാണ്? ഫേമസ് വർക്ക് ഓഫ് ബൊക്കാച്ചിയോ The Decameron. ഡെക്കാമറൻ സ്റ്റോറീസ് ആണ്. ഡോൺ കിക്സോട്ട് ആരുടെ കൃതിയാണ്? Cervantes. Okay. ഇറാസ്മസിന്റെ പുസ്തകം ഏത്? In Praise of Folly. പ്രൈസ് ഓഫ് ഫോളി. മൊണാലിസ പോലെ തന്നെ വേറൊരു വർക്കും കൂടെ ഉണ്ട്. അവസാനത്തെ അത്താഴം അഥവാ ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? ലിയോണാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചി. മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്? പാരീസ് അല്ലെ? പാരീസ്. ഇത്രയും കാര്യങ്ങളാണ് അടുത്തായിട്ട് ചോദിച്ചത്. ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു കൊടുത്താൽ ഒന്നുകൂടെ റിപ്പീറ്റേഷൻ ആവും. ഒന്ന് വായിക്കാം. ഡിവൈൻ കോമഡിയുടെ കർത്താവ് ആര്? ദാന്റെ. ബൊക്കാച്ചിയുടെ കൃതി ഏത്? ഡെക്കാമറൻ കഥകൾ. ഡോൺ കിക്സോട്ട് ആരുടെ കൃതിയാണ്? സെർവാന്റെ. ഇറാസ്മസിന്റെ പുസ്തകം ഏത്? ഇൻ പ്രൈസ് ഓഫ് ഫോളി. മൊണാലിസ അവസാനത്തെ അത്തായം എന്ന കൃതി ആരുടേതാണ്? ക്വസ്റ്റ്യൻ ശരിയാണ്, പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തോളൂ. അങ്ങനെ മതി, ക്വസ്റ്റ്യൻ മനസ്സിലായാൽ മതിയല്ലോ. ലിയനാർഡോ ഡാവിഞ്ചി. മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്? പാരീസ്. ഈ ചോദിക്കാനുള്ളത് റാഫേൽ വരച്ച ചിത്രം ഏതാണ്? ഏതൻസ് സ്കൂൾ അല്ലെങ്കിൽ ഏതൻസിലെ വിദ്യാലയം അല്ലെ? The School of Athens. The School of Athens. ശ്രദ്ധിക്കട്ടെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്. ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് ആരാണ്? ലോറൻസോ ഗിബർട്ടി ആണ്. പിന്നെ അടുത്ത ദിവസം എന്താ? ഡൊണാറ്റലോയുടെ പ്രസിദ്ധമായ ശില്പം ഏത്? ഫേമസ് വർക്ക് ഓഫ് ഡൊണാറ്റലോ. മക്കൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പൊ കാണിച്ചിരുന്നു, ആ ചിത്രമൊക്കെ കാണിച്ചിരുന്നു. പിന്നീട് തിയറി ഓഫ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയുടെ ഇൻവെൻഷൻ ഏതാണ്? ടെലസ്കോപ്പ്. അങ്ങനെയാണെങ്കിൽ പ്രിന്റിംഗ് പ്രസ് അഥവാ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹാനസ് ഗുട്ടൻബർഗ്. ഏത് വർഷമാണ്? 1439. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കാൻ. വെൻ ഡിഡ് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റഡ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എന്ന്? 1439. നിങ്ങളിപ്പോ ഞാൻ പറയുമ്പോ നമ്മൾ നേരത്തെ ടെക്സ്റ്റിലൂടെ കടന്നുപോയ എല്ലാ ചോദ്യങ്ങളും ഇതിൽ വന്നോ? അതായത് എന്റെ ഉദ്ദേശം ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. എല്ലാ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിഫോർമേഷൻ അഥവാ മതനവീകരണം ഉണ്ടായത് എവിടെയാണ്? ജർമ്മനിയിലാണ്. നേതൃത്വം കൊടുത്തത് ആരാണ് മതനവീകരണത്തിന്? മാർട്ടിൻ ലൂതർ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ വ്യവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ. പിന്നീട് നമ്മളൊരു ബോക്സ് കണ്ടു ലാസ്റ്റ് അല്ലെ, ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ. സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. ശ്രദ്ധിക്കാൻ തെറ്റിക്കരുത്, ജോർജ് സ്റ്റീഫൻസൺ. ജെയിംസ് വാട്ട് എന്താണ്? ആവിയന്ത്രമാണ്. ആവിയന്ത്രം മീൻസ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട് ആണ്. ശ്രദ്ധിച്ചോ?
ഇനി അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വന്നത്. അതിന്റെ മുന്നേ വേറൊരു ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ. എന്നിട്ട് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ എന്ത് ചെയ്യാം, ആ ഒരു ഇത് കൂടെ കാണിച്ചിട്ട് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോണതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാണാമല്ലോ അല്ലേ? ചോദ്യം മാത്രമേ അവിടെ ഉള്ളൂ, ഓപ്ഷൻസ് ഉണ്ട്, ഉത്തരം അവിടെ ഇല്ല കേട്ടോ. ശ്രദ്ധിക്കാം. താഴെ കാണുന്ന ചരിത്ര സ്മാരകം ഏതാണ്? എനിവൺ എൽസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹഗിയ സോഫിയ. ഹഗിയ സോഫിയ അല്ലെ, നമ്മൾ പറഞ്ഞതാണ്. അതിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ ആ ചിത്രം കാണിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ക്ലാസ്. ഹഗിയ സോഫിയാണ്. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ ചിത്രമല്ല, ഏത് ചിത്രം പ്രതീക്ഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം? When did Turks conquest Constantinople? 1935. 1953. മാം 1453. 1453-ലാണ്. നിങ്ങളിപ്പോ ആ ചോദ്യം ഉത്തരം കൂടെ കണ്ടപ്പോ കറക്റ്റ് പറഞ്ഞ, അല്ലാത്തപ്പോ പറയാതിരിക്കും ചെയ്യരുത്. ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ്? Father of Renaissance. പെട്രാർക്ക്. കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം? ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ? കോൺസ്റ്റാന്റിനോപ്പിൾ. യെസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഫേമസ് വർക്ക് ഓഫ് പെട്രാർക്ക്? പെട്രാർക്കിന്റെ ഫേമസ് വർക്ക് അല്ലെ വിഖ്യാതമായ കൃതി ഏതാണ്? സീക്രട്ട്. ഇതിന് നിങ്ങൾ തെറ്റായ ജോഡി കണ്ടെത്തണേ. കോപ്പർനിക്. അതെ, തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞത്. കോപ്പർനിക്കസ് ടെലിസ്കോപ്പ് അല്ല അല്ലെ. കോപ്പർനിക്കസ് എന്താ? സൗരയൂഥ സിദ്ധാന്തമാണ് കോപ്പർനിക്കസ് ആവിഷ്കരിച്ചത്. കോപ്പർനിക്കസ് അല്ല, ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ് കണ്ടുപിടിച്ചത്. അതുകൂടെ ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നിങ്ങളോട് ശരിയായത് ഏത് തെറ്റായത് ഏത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. പല രീതിയിലാണ് ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ, സ്കോളേഴ്സിന്റെ ഭാഷ അല്ലാത്തത് ഏതാന്നാ ചോദിച്ചു. മാം ഫ്രഞ്ച്. മാം ഫ്രഞ്ചാണ്. നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ പെടാത്തത് ഏത്? കണ്ടുപിടിക്കാൻ പറ്റുമോ? പണ്ഡിത ഭാഷയുടെ വളർച്ച. പണ്ഡിത ഭാഷയുടെ വളർച്ച, യുക്തി, ചിന്ത, അന്വേഷണ ത്വര, മാനവികത, അങ്ങനെ കുറെ ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇല്ലേ? പണ്ഡിത ഭാഷയുടെ വളർച്ച. ഓക്കെ, നമുക്ക് നോക്കാം. ടീച്ചറെ എയും സിയും പറയുന്നുണ്ട് കുറെ കുട്ടികള്. അതാണ് ഞാൻ പറയാം, ഉത്തരം പറയാം. ഒന്ന് നിങ്ങൾ ചിന്തിക്കും, 2 മിനിറ്റ് ചിന്തിക്കും. ഇംഗ്ലീഷിലും കൂടി ക്വസ്റ്റ്യൻ പറഞ്ഞുതരോ? ഓക്കെ. Which is not included in the period of Renaissance? ഓപ്ഷൻ ഇംഗ്ലീഷ് ആയി തരുമോ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. ലാംഗ്വേജ്, സ്കോളേഴ്സ് ലാംഗ്വേജ്. ഓക്കെ, അതിന്റെ ഓപ്ഷൻ ഇംഗ്ലീഷ്. ഇത്രയേ ഉള്ളൂ. ഗ്രോത്ത് ഓഫ് സ്കോളേഴ്സ് ലാംഗ്വേജ്. മാനവികത നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, ഹ്യൂമാനിസം. ഇങ്ങനത്തെ ചോദ്യങ്ങളെക്കാളും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങള്
ഇങ്ങനത്തെ എന്താ പറയാ, ആരാണിത് കണ്ടുപിടിച്ചത്, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ വരില്ല. ഇത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കുക, റിനൈസൻസിന്റെ പ്രത്യേകതകൾ പെടാത്തത് ഏത്, അത്രയേ ഉള്ളൂ. സ്കോളേഴ്സ് ലാംഗ്വേജസിന്റെ ഗ്രോത്ത് ഓഫ് സ്കോളേഴ്സ് ലാംഗ്വേജ് ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. എന്താ കാരണം, നിങ്ങൾ ആ റിനൈസൻസിന്റെ ഡെഫിനീഷൻ പഠിക്കുമ്പോൾ തന്നെ അതിലെന്തുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡെഫിനീഷൻ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കലാകാരന്റെ 500ാം ചരമവാർഷികമാണ് 2019 ആഘോഷിച്ചത്? ആഘോഷിച്ചതെന്നല്ല ചോദിക്കേണ്ടത്, എന്താ ചോദിക്ക, ആഘോഷിച്ചതെന്ന് പറയാൻ പാടില്ല അല്ലെ. അവിടെ ചോദ്യത്തില് ചരമവാർഷികം ഒരിക്കലും ആഘോഷിക്കൂലല്ലോ, അനുസ്മരിച്ചത് എന്നൊക്കെ ചോദിക്കാം. ആരതാണ്? മാം, ചില പേര് ബിയും പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. അധികം പേര് ഡി മൈക്കൽ ആഞ്ചലോ പറയുന്നത്. ആണ്. തെറ്റ് വേണ്ട, തെറ്റ് പറയണ്ട. മൈക്കൽ ആഞ്ചലോന്റെ ആണ്. മൈക്കൽ ആഞ്ചലോ. ആൻസർ എന്താണ്? മൈക്കൽ മൈക്കൽ ആഞ്ചലോ. ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോ ആണ്. നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്ത ഏത് രാജ്യത്തിലാണ്? നവോത്ഥാനം ജർമ്മനി. സ്റ്റാർട്ട് യെസ്, ഇറ്റലിയിലാണ്. ഇറ്റലിയിലാണ്. The famous work in the period of Renaissance. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രം ഏതാണ്? മൊണാലിസ. മൊണാലിസയാണ്, യാതൊരു സംശയമില്ല. ദ വർക്ക് ഓഫ് ഡോൺ കിക്സോട്ട്, ആരാണ് അതിന്റെ കർത്താവ്? ആരാണത് എഴുതിയത്? സർവാന്തേ. സെർവാന്തേ. ലാസ്റ്റ് ജഡ്ജ്മെന്റ് അഥവാ അവസാന വിധി എന്ന മഹത്തായ സൃഷ്ടി ആരുടേതാണ്? മൈക്കൽ മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോ ആണ്. Who was known as father of humanism? മാനവികതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ റിനൈസൻസിന്റെ പിതാവ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലോ. മാനവികതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്കാണ്. പെട്രാർക്കാണ് ഫാദർ ഓഫ് ഹ്യൂമാനിസം. ഫാദർ ഓഫ് റിനൈസൻസ് മാറിപ്പോയിരുന്നേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? എവിടെയാണ് ആരംഭിച്ചത്? ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ മതനവീകരണം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? റിഫോർമേഷൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് കൺട്രി? ജർമ്മനി. ആരായിരുന്നു അതിന്റെ ലീഡർ? ആരായിരുന്നു? മാർട്ടിൻ ലൂഥർ. Who was the leader of reformation? മാർട്ടിൻ ലൂഥർ. ആവിയന്ത്രം കണ്ടുപിടിച്ചത്, ആവിയന്ത്രം എന്ന് പറഞ്ഞാൽ സ്റ്റീം എഞ്ചിനാണ്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത്, സ്റ്റീം എഞ്ചിൻ ഇൻവെന്റഡ് ബൈ ജെയിംസ് വാട്ട്. ഹാർഗ്രീവ്സ് എന്ന് പറഞ്ഞത് തെറ്റായ ഉത്തരം പറഞ്ഞതാ. ജെയിംസ് ഹാർഗ്രീവ്സ് അല്ലേ? ജെയിംസ് വാട്ട് ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ജെയിംസ് എന്നുള്ളത് കാണുമ്പോഴേക്ക് ഉത്തരം എഴുതരുത്. ജെയിംസ് വാട്ട് ആണ്. ജെയിംസ് വാട്ട്. ജെയിംസ് ഹാർഗ്രീവ്സ് അവിടെ വേറെ ഉണ്ട്, അതല്ല. ആഭ്യന്തരം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നവോത്ഥാന ആശയങ്ങൾ, റിനൈസൻസ് കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്ന? ലിറ്ററസി വർക്ക്, കല, സാഹിത്യം അല്ലെ, അതുപോലെ ചിത്രങ്ങള്, പിക്ചേഴ്സ്, ഇതൊക്കെ ആളുകളെ സ്വാധീനിച്ചിരുന്നു. ഇതൊക്കെ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ആൻസർ എന്താണ്? ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു. യെസ്, പ്രിന്റിംഗ് പ്രസിന്റെ ഇൻവെൻഷൻ ആണ്, അഥവാ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയാണ് നവോത്ഥാന ആശയങ്ങൾ റിനൈസൻസ് പീരീഡിലുള്ള റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ആളുകളിലേക്ക് എത്തിയത്. കാരണം എന്താണ്? ഈ അച്ചടി യന്ത്രത്തോടു കൂടി പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു അല്ലെ. അപ്പൊ ആളുകൾ വായിക്കാൻ തുടങ്ങി. വായനയിലൂടെ എന്ത് നേടാം? അറിവ് നേടാം. കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് ആശയങ്ങൾ എത്തിക്കാനുള്ള ഏറ്റവും വലിയ, അതായത് എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ, അതായത് വായന തന്നെയാണ്. വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
കുറെ പുസ്തകങ്ങൾ അച്ചടിക്കണം. ആദ്യമൊന്നും പണ്ട് കാലത്തൊന്നും അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മളെന്താ പറയാ, നിങ്ങള് ഈ എന്താ പറയാ, ഈ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന പോലത്തെ ചില ഇത് വെച്ച് ഉപയോഗിച്ചിട്ടൊക്കെ എഴുതുക. അതുപോലെ കൈയെഴുത്ത ലിപികളൊക്കെ ആയിട്ടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഈ അച്ചടി യന്ത്രമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എന്തായത് കൂടുതൽ ആശയങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആളുകളുടെ ഇടയിലേക്ക് എത്താനും വ്യാപിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഇടയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണെന്ന് മനസ്സിലാക്കിയാണ്. ആരാ സ്പിന്നിങ് ജെന്നി? ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പല രീതിയിൽ മാറ്റി ചോദിച്ച കണ്ടോ? അത് നിങ്ങൾ നോക്കണ്ട. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അഥവാ സോളാർ സിസ്റ്റം, കോപ്പർനിക്കസ്. ഹു ഇൻവെന്റഡ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാണ്? ഗലീലിയോ ഗലീലി. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? വർഷം ഏതാണെന്നാ ചോദിച്ചത്. 1439. 1439. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ റിപ്പീറ്റ് ചെയ്തപ്പോ നിങ്ങളെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത് നേരത്തെ ചോദ്യങ്ങള്. അതിന് ഉത്തരം ഉണ്ടായിരുന്നു. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്ത് വിളിക്കുന്നത്? മാനവികത അഥവാ ഹ്യൂമാനിസം. ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് സ്റ്റീഫൻസൺ ആണ് ലോക്കോമോട്ടീവ്. ഈ ചിത്രത്തിൽ കാണുന്ന പിയാത്ത, ചിത്രങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിയാത്ത എന്ന പ്രശസ്ത ശില്പം ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോ. യെസ്, മൈക്കൽ ആഞ്ചലോ. ഞാൻ ഏത് കുട്ടി ഉത്തരം പറഞ്ഞേ? മാം, ഏത് സ്കൂളാ മോളെ? മിസ് പ്രൗഡൻസിൽ വന്ന് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നി. അല്ലാതെ നിങ്ങൾക്ക് ഉത്തരം ഇത് പറയാൻ പറ്റൂല, കാരണം ടെക്സ്റ്റിലില്ല. ഓക്കെ, ഗുഡ്. ഓർത്ത് വെച്ചതിൽ നല്ല കുട്ടി. അപ്പൊ പിയാത്ത എന്ന് പറഞ്ഞത് ഈ ശില്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോന്റേതാണ്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്? കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇസ്താംബുൾ. പിന്നെ റിപ്പീറ്റ് ചെയ്താൽ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ വരൂ. ടെക്സ്റ്റിലില്ലാത്ത ക്വസ്റ്റ്യൻസ് വരൂ. ടെക്സ്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. കഴിയുന്നത് വരാറില്ല. പിന്നെ എന്തുകൊണ്ട് അത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആളുകളുടെ തന്നെ വർക്കല്ലേ. മൈക്കൽ ആഞ്ചലോ ആണെങ്കിലും അതുപോലെ അതിൽ കൊടുത്ത എല്ലാവരുടെ വർക്കും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ റിലേറ്റഡ് വർക്ക് പഠിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. കൂടുതലായിട്ട് അത് വരൂല. ഈ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കാം. ഈ പത്രമൊക്കെ വായിക്കാം, റിലേറ്റഡ് ഫാക്ട് ചോദിക്കാം. കൂടുതലായിട്ട് കൺഫ്യൂഷൻ ആക്കാറില്ല. സോഷ്യൽ സയൻസ് അങ്ങനെ വലിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരൂല. മധ്യകാല യൂറോപ്പിലെ പണ്ഡിത ഭാഷ, സ്കോളേഴ്സ് ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദ്യം. ഗ്രീക്ക് ലാറ്റിൻ. ഗ്രീക്ക് ലാറ്റിൻ ആണ്. ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇറാസ്മസ്, ദാന്തെ, ജോൺ കെ, ജെയിംസ് വാട്ട്. അപ്പുറത്തെ ബോക്സിൽ എന്താ കൊടുത്തത്? ഫ്ലൈയിങ് ഷട്ടിൽ, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ആവിയന്ത്രം, ഡിവൈൻ കോമഡി. ഒരു കാര്യം ചെയ്യും, അതൊന്ന് മാച്ച് ചെയ്യും. നമ്മളെ കയ്യിലൊക്കെ ബുക്ക് ഉണ്ടാവുമല്ലോ അല്ലെ? ബുക്കില്ലേ? അതിലൊന്ന് മാച്ച് ചെയ്യും എല്ലാരും. ഒരു 2 മിനിറ്റ് കൊണ്ടാന്ന് അത് ആരെ വർക്കാന്നൊന്ന് മാച്ച് ചെയ്യും. എല്ലാവർക്കും കാണാമല്ലോ. ഒന്നുകൂടെ വായിക്കാം. ഇറാസ്മസ്, ദാന്തെ, ജോൺ കെ, ജെയിംസ് വാട്ട് ഒന്നാമത്തെ ബോക്സില്. രണ്ടാമത്തെ ബോക്സിലോ ഫ്ലൈയിങ് ഷട്ടിൽ, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ആവിയന്ത്രം, ഡിവൈൻ കോമഡി. ആവിയന്ത്രം സ്റ്റീം എൻജിൻ. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് അതേ പേര് തന്നെയാണ് എഴുതേണ്ടത്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അത് തന്നെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ലേ? കൊറേ പേര് സി എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. എല്ലാരും അത് മാച്ച് ചെയ്ത് കഴിഞ്ഞോ?
Yes, miss. സി തന്നെയാണ് യെസ് മിസ്. സി ആണ് ആൻസർ. ഇറാസ്മസ് ഏതാ വരുന്നത്? ഇറാസ്മസ് Prince of Wally. ഇൻ പ്രൈസ് ഓഫ് പോളി. കറക്റ്റ്. ദാന്തേ വേറൊരാള് പറയൂ ആൻസർ. ഇപ്പൊ പറഞ്ഞ ആളല്ലാതെ ദാന്തയുടെ വർക്ക് Divine ഏതാണ്? ഡിവൈൻ ഡിവൈൻ കോമഡി. ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ. ഫ്ലൈങ് ഷട്ടിൽ. ജെയിംസ് വാട്ട് ആവിയന്ത്രം. ആവിയന്ത്രം Steam അഥവാ engine. ഓക്കെ ഗുഡ്. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സി ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ദാന്തേ, ഡിവൈൻ കോമഡി, ജോൺ കെ, ഫ്ലൈങ് ഷട്ടിൽ, ജെയിംസ് വാട്ട്, ആവിയന്ത്രം അഥവാ സ്റ്റീം എഞ്ചിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളെ അവിടെ വന്ന് എന്താ പറയാ കച്ചവടം നടത്തി. ഇതൊക്കെ ഇനി 9th നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് 9th ഹിസ്റ്ററി ടെസ്റ്റിൽ കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കുന്നുണ്ട്. നവോത്ഥാന പ്രക്രിയ ഇറ്റലിയിൽ ആരംഭിച്ചത് എന്നാണ്? ഏത് നൂറ്റാണ്ടിലാണ്? ഇൻ വിച്ച് സെഞ്ചുറി എന്നാണ് ചോദ്യം. റിനൈസൻസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സെഞ്ചുറി? മിസ് 13-ാം നൂറ്റാണ്ട്. അതെ അതെ 13-ാം നൂറ്റാണ്ട്. അതെ 13th സെഞ്ചുറിയാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. ആധുനിക കാലത്ത് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ പഴയ പേര്? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ. യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ 2-3 തവണ പറഞ്ഞു കഴിഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ പേരാണ് ഇസ്താംബുൾ. ആദ്യത്തെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെയാണ്. മധ്യകാല യൂറോപ്പിലെ ചരിത്ര രചനയ്ക്ക് മുതൽക്കൂട്ടായി ഇന്നും നിലനിൽക്കുന്ന ചരിത്ര സ്മാരകമാണ്? നമ്മൾ ആദ്യം തന്നെ കാണിച്ചു ഒരു ചരിത്ര സ്മാരകം. ഹഗിയ സോഫിയ. ഗിയ സോഫിയാണ്. ഗിയ സോഫിയ. ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നാ ഫസ്റ്റ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക, മറച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നവോത്ഥാനത്തിന്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത്? റിനൈസൻസ്. റിനൈസൻസ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങളാ പ്രതിപുരുഷൻ എന്നാണ് ചോദിച്ചത്, ഫാദർ എന്നല്ല ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഒന്ന് ഇംഗ്ലീഷിൽ പറയോ? ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് അയക്കേണ്ട കേട്ടോ. അതിൻ്റെ ഈ വേർഡ്സ് എന്താ അറിയോ, നമുക്ക് ഇംഗ്ലീഷിൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഡൗട്ട് എനിക്കുണ്ട്. പ്രതിപുരുഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഫാദർ ഓഫ് റിനൈസൻസ് ഒക്കെയാണ്. ഞാനൊന്ന് കൺഫ്യൂഷൻ തീർത്തിട്ട് നിങ്ങൾക്ക് അയക്കാം ഈ ഒരു വേർഡ്. ഓക്കെ മിസ്. ഇങ്ങനെ ഒരു ചോദ്യം ആയിരിക്കുമല്ലോ. അധികം നവോത്ഥാനത്തിന്റെ പിതാവ് ആരെന്നാണ് ചോദിക്കാറ്. ഈ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നവോത്ഥാനത്തിന്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്നത് ആരാ? നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാരും വേഗം പെട്രാർക്ക് ചെയ്തു. ഡാവിഞ്ചിയാണ് ഇവിടെ കൊടുത്തത് കേട്ടോ, ലിയനാർഡോ ഡാവിഞ്ചി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? മാറിപ്പോരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും വെറുതെ നിങ്ങളോടൊന്ന് കാണിച്ചെന്നേ. ലോക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ പെടാത്തതാണ് ചോദിച്ചത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പ്രത്യേകത അതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല കേട്ടോ. വിനോദസഞ്ചാര കേന്ദ്രമല്ലായിരുന്നു, അത്രേ ഉള്ളൂ കോൺസ്റ്റാന്റിനോപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത്? ഗലീലിയോ ഗലീലി. അതെ അതെ അതെ. കണ്ടുപിടിച്ചതാരാ? റയ ഫാത്തിമ. റയ ഫാത്തിമ കണ്ടുപിടിച്ചതാ?
സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചാരാ? ഗലീലിയോ ഗലീലി. കോപ്പർനിക്കസ് ആട്ടാ. കോപ്പർനിക്കസ്. ഉത്തരം കറക്റ്റായി പറയേ. ടീച്ചർ അത് ഇവിടുന്ന് വേറെ പറഞ്ഞേ. ഓക്കെ, മനസ്സിലായി. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഫ്ലൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? പഠിച്ചു മതിയായോ? ജോൺ കെ. ജോൺ കെ ആണ്. ജോൺ കെ. മധ്യകാലഘട്ടത്തിൽ കലാ, സാഹിത്യം, ചരിത്രം എന്നിവ രചിക്കപ്പെട്ട പണ്ഡിത ഭാഷ താഴെ പറയുന്നതിൽ ഏതാണ്? ഒറ്റൊരു ഭാഷയായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പറയുന്നത് ലാറ്റിൻ ആണ്. ലാറ്റിൻ. യെസ്, കറക്റ്റ്, ലാറ്റിൻ ആണ്. പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിലെ പൈതൃകം പേറുന്ന രാജ്യം? ടീച്ചറെ പൈതൃകം എന്ന് വെച്ചാ അതായത് ഹിസ്റ്ററി എന്ന് പറയാം. അതായത് നമ്മുടെ എന്താ പറയാ, പണ്ട് കാലത്തിന്റെ ഇമ്പോർട്ടൻസ് റോമ സാമ്രാജ്യത്തിലെ ഏത് രാജ്യത്തിനാണ് ഉള്ളത് എന്നാണ് ഇവിടെ ചോദിച്ചത്. പൈതൃകം എന്ന് ഉദ്ദേശിച്ചത് ഇറ്റലിയാണോ? ഇറ്റലിന്ന് കുറെ പേര് കണ്ടുപിടിച്ചത്. ഇറ്റലിയാണ്. ഇറ്റലി. റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റലിന്റെ റിലേറ്റഡ് ആണ്. സാമ്രാജ്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? റോമൻ എംപയർ എന്നൊക്കെ പറയും. റോമൻ എംപയർ. ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? പാരീസ്. ഇതിൽ ഡാവിഞ്ചിയുടെ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ അല്ലാത്ത ചിത്രം ഏതാ ചോദ്യം? ലാസ്റ്റ് സപ്പ്, ലാസ്റ്റ് ജഡ്ജ്മെന്റ്, തിരുവത്താഴം, മൊണാലിസ. തിരുവത്താഴം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ അതൊക്കെ ആദ്യം വെട്ടാം. അല്ലാത്തത് എന്നല്ല ചോദ്യം. അന്ത്യവിധിയാണ്. അന്ത്യവിധി. ആവിയന്ത്രം, ലോക്കോമോട്ടീവ് ഇവയുടെ കണ്ടുപിടുത്തം വ്യവസായ വിപ്ലവത്തിൽ ഏത് മേഖലയിലാണ് മാറ്റമുണ്ടാക്കിയത്? സ്റ്റീം എഞ്ചിനും ലോക്കോമോട്ടീവും കണ്ടുപിടിച്ചത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഏത് മേഖല? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് മാറ്റം ഉണ്ടായത്? ശാസ്ത്ര മേഖലയില്, ഗതാഗത മേഖലയിൽ, അതുപോലെ തന്നെ വ്യവസായിക മേഖലയില്, ജ്യോതിശാസ്ത്രത്തില് കുറേയാല കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നത് ആ കാലഘട്ടത്തിലാണ്. അത് ഏതിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചത്. പ്രധാനമായിട്ടും സി അല്ല, എ ആണ് ആൻസർ കേട്ടോ. ഗതാഗത മേഖലയിലാണ്. ആവിയന്ത്രം, ലോക്കോമോട്ടീവ് അല്ലേ ചോദ്യം? ഫസ്റ്റ് ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് കാര്യമായ മാറ്റം ഉണ്ടാക്കിയത്. ഏത് വ്യവസായ വിപ്ലവം അല്ല ചോദിച്ചത്. ചോദ്യത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവിയന്ത്രം, ലോക്കോമോട്ടീവ് ആണ് ചോദിച്ചത്. അടുത്തത്, വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ശാസ്ത്ര രംഗത്തുണ്ടായിരുന്ന സയൻസിൽ ഉണ്ടായിരുന്ന നേട്ടങ്ങൾക്ക് കാരണക്കാരായ ശാസ്ത്രജ്ഞന്മാരിൽ പെടാത്തതാണ് ചോദിച്ചത്. ജോൺ കെ, മാർട്ടിൻ ലൂതർ, ജെയിംസ് വാൺ, ജോർജ് സ്റ്റീഫൻസൺ. മാർട്ടിൻ ലൂതർ ഏതുമായി റിലേറ്റഡ് ആണ്? മാർട്ടിൻ ലൂതർ ഏതുമായി റിലേറ്റഡ് ആണ്? റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ജർമ്മനി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ട്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഭംഗിയായിട്ട് പഠിക്കുക. എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പ്രീവിയസ് ഇയറിലൂടെ തെളിയിച്ച ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിനെ വിലയിരുത്തുക, പഠിക്കുക. പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുപോലും വിട്ടുപോകാതെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്നുകൂടെ നോക്കുക. പിന്നെ പറഞ്ഞല്ലോ, മാനവികത, ഹ്യൂമാനിസത്തിന്റെ ഡെഫിനേഷൻ, അതുപോലെ റിനൈസൻസിന്റെ ഡെഫിനേഷൻ, ഇതൊക്കെ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളൊരു പ്രാധാന്യത്തോടെ ഞാൻ ഉൾപ്പെടുത്തി. അല്ലെങ്കിൽ ഡെഫിനേഷൻസും കൂടെ ഞാൻ ഉൾപ്പെടുത്തുമായിരുന്നു. എന്നാണ് ഞാൻ ടെക്സ്റ്റിലൂടെ അതൊക്കെ എവിടെയാണുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
എന്ത് ചെയ്യാ, ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു തോന്നുന്നു. ഇനിയിപ്പോ ഒരു 5 മിനിറ്റല്ലേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടന്നാല് വെൻഡർ അതൊരു ഫിനിഷ് ആവാത്ത കേരള ഞാൻ ഇതെന്തായാലും ഇത് പഠിക്കല്ലാരും കേട്ടോ. ഓക്കെ മാം. ഓക്കെ